ഹേയ്, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഫോർ ഓഫീസ്. ഓക്കെ, സോ കം ഓൺ. മോയ്സ്ചറൈസർ, ഒരു സ്പ്രേ ടൈപ്പിലൊരു മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ലിപ് ബാം നമുക്ക് ലിപ്സിൽ പരട്ടി കൊടുക്കാം. ഇവിടെ ഒന്നാമത് തണുപ്പും കൂടി ആയതുകൊണ്ട് ലിപ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുമേ. അതാ ശരി. ഓക്കെ, അത് പറ്റി കഴിഞ്ഞു. ഇനി മൈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇതില്ലാതെ ഞാൻ പുറത്തിറങ്ങത്തില്ല. ഇത് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എവിടെ നിന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് ഒക്കെ വരും. അപ്പം ഞാനിത് എന്തായാലും പുരട്ടിയിട്ടേ പുറത്തിറങ്ങാറുള്ളൂ. വേറൊന്നുമല്ല, ലിപ്സ്റ്റിക്കാണ്. മിക്കവർക്കും മനസ്സിലായി കാണും, ലിപ്സ്റ്റിക്കാണ്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പെട്ടാൻ പോകുന്നത് ലിപ് ലൈനറാണ്. ഈ ലിപ് ലൈനർ തന്നെ എവിടെ പോയി ലിപ് ലൈനർ തന്നെ ഞാൻ ലിപ്സ്റ്റിക്കായിട്ടാണ് പുരട്ടാൻ പോകുന്നത്. ബിക്കോസ് ഇതിൻ്റെ കളർ സൂപ്പറാണ്. ഞാൻ പുരട്ടി കാണിക്കാൻ നിൽക്കും. കണ്ടോ, ചോക്ലേറ്റ് ബ്രൗൺ കളർ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളർ. എന്താണെന്നറിയില്ല, അതുകൊണ്ടാണ് ഞാനിത് ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. സൂപ്പറാണ്. ഐ ഡോണ്ട് നോ ഇതിൽ എത്ര കാണാൻ പറ്റുമെന്ന്, ബട്ട് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഓക്കെ, ലൈറ്റായിട്ട് കുറച്ച് സ്റ്റോക്ക് ക്രീം പെട്ടാം. മാൾസിൻ്റെ സ്റ്റോക്ക് ക്രീമാണ് ഇവിടെ യൂസ് ചെയ്യണേ. ജസ്റ്റ് ഇവിടെ വെക്കുന്ന ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് ആയിട്ട് തൂത്ത് കൊടുത്താൽ മതി. ഇത് പെരട്ടുമ്പോഴേ നമ്മുടെ മുഖത്തിനൊരു ജസ്റ്റ് അല്ല, നല്ല ഒരു ഫിനിഷിങ് കിട്ടും. അപ്പം അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്കൊരു മസ്കാരയും കൂടി ഇട്ടിട്ട് ഈ ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ ഇച്ചിരി ഒരു ലൈറ്റായിട്ടൊന്ന് പറ്റിയതേ ഉള്ളൂ. കാജൽ ഞാനിപ്പോൾ പുരട്ടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കണ്ണ് ഭയങ്കര ഇച്ചിങ് ആവും. ഒന്നാമത് ഡൽഹിയിൽ നല്ല പൊല്യൂഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര ഇച്ചിങ് ആണ് കണ്ണിന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാജൽ പുരട്ടാറ്. അപ്പം നമുക്കിനി കമലും ഇട്ട് മുടിയും കെട്ടിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. മുടിയും കൂടി ഒന്ന് കെട്ടാം. ആക്ച്വലി കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഫ്രണ്ടിൽ. അതൊക്കെ ഇങ്ങനെ പൊന്തി. ഓക്കെ, സോ ഞാൻ റെഡിയായി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞു.